ഹായ്, ഞാൻ മിസ് ലിസ. വെൽക്കം ടു മാതാ മ്യൂസിക് സെൻറ്റർ. ഇന്ന് നമ്മൾ ഇടുന്നത് 15ാമത്തെ എപ്പിസോഡാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഇടുന്ന ഇന്നത്തെ ക്ലാസ് വന്ന് ജി മേജർ ബ്രോക്കൺ കോഡ്. അപ്പോൾ ജി മേജർ ബ്രോക്കൺ കോഡ്, ജി മേജർ സ്കെയിലിൽ കല്യാണി രാഗമെന്ന് ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ടോ? പക്ഷേ ബ്രോക്കൺ കോഡ് വരുമ്പോൾ കല്യാണി ഇന്നത് പോകും. അതെങ്ങനെയാണെന്ന് നോക്കാം. ജി മേജർ സ്കെയിലിൻ്റെ ബ്രോക്കൺ കോഡ് എങ്ങനെയാണ് പോകുന്നതെന്ന് നോക്കാം. നമ്മൾ ജി മേജർ സ്കെയിൽ എടുത്തപ്പോൾ എങ്ങനെയാണ് പ്ലേ ചെയ്ത്? ഇവിടുന്ന് ജി ടു ജി പ്ലേ ചെയ്തപ്പോൾ എഫ് ഷാർപ്പ് വന്നല്ലേ. അപ്പം മിസ് പറഞ്ഞായിരുന്നു കല്യാണി രാഗത്തിന് ഇതാണ് കാരണം അല്ലേ, ഇത് വന്നാൽ കല്യാണിയാകും. പക്ഷെ ഇന്നെന്താന്ന് നോക്കാം. ഇന്ന് കല്യാണി അങ്ങനെ പോകുമെന്ന് നോക്കാം കേട്ടോ. ഇത് കണ്ടോ, ജി ബി ഡി, ജി അല്ല ബി ഡി ജി, ഡി ജി ഡി ജി. എഫ് ഷാർപ്പ് കൈവച്ചില്ല, കല്യാണി പോയി. ഇത് കണ്ടോ, ഇത് ഇവിടെ അതുപോലെ തന്നെ ജി ബി ഡി, ജി ബി ഡി ജി ഡി ജി ഡി ജി. നിങ്ങളുടെ സാവകാശം എങ്ങനെ പ്രാക്ടീസ് ഒന്നുകൂടി കാണിച്ചതുണ്ട. നമ്മൾ ഒന്ന് ഫിംഗർ എടുത്തിട്ട് ഇതെങ്ങനെ എടുക്കുന്നതെന്ന് ഒന്ന് സാവകാശം മിസ് കാണിച്ചത്. 1 3 5 1 2 5 1 3 5 3 ഫിംഗർ നമ്പറാണ് കേട്ടോ. 5 3 1 5 2 1 5 3 1 5. ഇവിടെ വരുമ്പോൾ 5 3 1 5 3 1 5 2 1 2 1 2 5 1 3 5 1 3 5 5. ഇതാണ് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യേണ്ടത്. സാവകാശങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഇത് നിങ്ങൾ സാവകാശം പ്രാക്ടീസ് ചെയ്യുക. ബോർഡിൽ മിസ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ബോർഡിലെ ജി മേജർ ബ്രോക്കൺ കോഡ് നമ്മൾ എഴുതിയിരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇത് വന്നിട്ട് ഫിംഗർ നമ്പറാണ്. ഇത് കണ്ടോ, ഇത് നമ്മൾ ഈ എഫ് മേജർ ബ്രോക്കൺ കോഡ് എടുത്തതുപോലെ തന്നെയാണ്. അതുപോലെ ജി മേജർ എടുത്തില്ലേ, അതിൻ്റെയൊക്കെ ബ്രോക്കൺ കോഡ് എടുത്ത പോലെ തന്നെയാണ് ഇത്. ബ്രോക്കൺ കോഡ് നിങ്ങളെ പഠിപ്പിക്കുന്നതിൻ്റെ കാര്യം കഴിഞ്ഞ ക്ലാസ്സിൽ ഇത് കണ്ടോ, ഇവിടെ ഷാർപ്പ് ഇട്ടിട്ടുണ്ട് മിസ്. ഇത് ജി മേജർ സ്കെയിലിന് ഇവിടെ നമ്മൾ എഫ് ഷാർപ്പെ പിടിച്ചാലും ഇല്ലെങ്കിലും ജി മേജർ സ്കെയിൽ എന്ന് പറയുമ്പോൾ ഇത് ഇടണം. ഇട്ടില്ല എങ്കിൽ ഇത് സി മേജർ സ്കെയിലാണെന്ന് തോന്നത്തുള്ളൂ നമ്മൾക്ക്. അത് മനസ്സിലാക്കാൻ, അത് റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടിയാണ് ജി മേജർ ബ്രോക്കൺ കോഡിന് ആണെങ്കിലും ജി മേജർ സ്കെയിലിന് ഈ ഷാർപ്പ് കമ്പൽസറി ആയിട്ട് വേണം. പക്ഷേ ഷാർപ്പ് നോട്ടെ കൈ വെച്ചില്ല. അപ്പോൾ ഇത് നോക്കുവാണെങ്കിൽ മലയാളത്തിൽ പഠിക്കുന്നവരാണെങ്കിൽ, രാഗം പഠിക്കുന്നവരാണെങ്കിൽ ഇത് ശങ്കരാഭരണം രാഗമാണ്. എന്നാൽ എല്ലാം വൈറ്റ് നോട്ടാണ്. അങ്ങനെ കുറേ കാര്യങ്ങൾ. അപ്പോൾ ഈ ഇംഗ്ലീഷിലെ വെസ്റ്റേൺ ക്ലാസിക്കും ഏഷ്യൻ ക്ലാസിക്കും കൂടി നോക്കുമ്പോൾ ഒരുപാട് ഡിഫറൻറ്റ് വരും. പക്ഷെ പാട്ട് അത് പഠിച്ചാലും ഇത് പഠിച്ചാലും നമുക്ക് പാട്ട് വായിക്കാം. അത് അതിനകത്ത് ഒത്തിരി പഠിക്കാനുണ്ട്. വെസ്റ്റേൺ ക്ലാസിക്കിൽ ഒരുപാട് പഠിക്കാനുണ്ട്. കർണാടക സംഗീതം ഇങ്ങനെ നമ്മുടെ ഇതിൽ വരുമ്പോൾ രാഗങ്ങൾ മനസ്സിലാക്കിയിരുന്നാൽ ഏകദേശം പിടിച്ചു നിൽക്കാം. ഇത് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. നമ്മളിപ്പോഴും ഒന്നും ആയിട്ടില്ല, നമ്മൾ ആരംഭിച്ചിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പം ഇത് കണ്ടല്ലോ, ഇത് ജി ബി ഡി 1 3 5. വീണ്ടും ബി ഡി ജി 1 2 5 1. ഇത് ഡി, ഇതുണ്ട് 3 5 3. അതാ ഇങ്ങനെയാണ് അതിൻ്റെ ഇത് പോകുന്നത്. അപ്പോൾ ഫിംഗർ നിങ്ങൾ എടുക്കാതാണ്ട് വായിക്കണം. ഞാൻ ഈ വലിയ നോട്ടാക്കി ഇട്ടിരിക്കുന്നത് നിങ്ങൾക്ക് സ്ലോ അല്ലേ, നിങ്ങൾ സാവകാശമല്ലേ പിടിക്കത്തുള്ളൂ. അപ്പോൾ ടൈം ഔട്ടാകും. അതുകൊണ്ടാണ് ഞാനിങ്ങനെ 1 2 അവിടെ ഇങ്ങനെ സമയമുണ്ട്. അവിടെ നിങ്ങൾ കൈ എടുക്കാതാണ്ട് വായിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇതിൻ്റെ നോട്ട് ഇങ്ങനെ തന്നെയാണ് പോകുന്നത്. 1 3 5 1 2 5 ഫിംഗർ നമ്പറായത് കേട്ടോ. ഇവിടെ ഫ്രാസ് ലൈൻ എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ലൈൻ ഇതിൻ്റെ പുറത്തുകൂടി ഇടണം. മിസ് അത് ഇട്ടിട്ടില്ല.
കാർണേഴ്സ് ഒന്നും നിങ്ങൾ ഈ നമ്പർ എഴുതിയില്ലെങ്കിൽ നിങ്ങൾക്ക് അതൊരു കൺഫ്യൂസ് ആകും, ഏത് ഫിംഗറാ വെപ്പിൻ്റെ. മിക്കവാറും സ്റ്റുഡൻസ് ഫിംഗർ തെറ്റിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഫിംഗർ നമ്പർ ഇട്ടിരിക്കുന്നത്. പിന്നെ ലെഫ്റ്റിൻ്റെ ഫിംഗർ ഇതുപോലെ കണ്ടോ, ഇവിടുത്തെ ജി കണ്ടോ, ഇത് ബി ആണ് കണ്ടോ. അപ്പം ഇവിടുത്തെ ബിയും തമ്മിൽ ഡിഫറൻറ്റ് കണ്ടോ, ജി തമ്മിൽ ഡിഫറൻറ്റ് കണ്ടോ. അപ്പം ബേസ് ക്ലെഫിനും ട്രബിൾ ക്ലെഫിനും എപ്പോഴും നിറയെ ചേഞ്ചസ് ഉണ്ട്, ഡിഫറൻറ്റ് ഒത്തിരി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫിംഗർ കണ്ടോ, ജിക്ക് കൊണ്ട് 5 വെച്ചു, 5 3 1 5 3 1 5 2 1 2 അങ്ങനെ ഇത് പഠിക്കണ്ടേ. അപ്പോൾ ഇത് രണ്ട് ഫിംഗറിങ് എന്തുകൊണ്ടാണ് നല്ലപോലെ ഞാൻ ഈ ബ്രോക്കൺ കോഡ് തരുന്നതിൻ്റെ കാരണം നിങ്ങളുടെ ഫിംഗർ ഒന്ന് ഫ്ലെക്സിബിൾ ആകട്ടെ, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ബ്രോക്കൺ കോഡും ഇതൊക്കെ. ഇനി ക്രോമാറ്റിക് സ്കെയിലൊക്കെ വരാനുണ്ട്. അപ്പം ഇത് ഓരോന്നും ഈ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ ഓർഡറായിട്ട് പഠിക്കുക. നിങ്ങൾ ഇരുന്ന ഉടനെ എനിക്ക് പാട്ട് വായിക്കണം മിസ്സേ, എനിക്ക് പാട്ട് തരുവാന്നൊക്കെ ചോദിച്ചെന്നല്ലേ. നിങ്ങൾക്ക് ഇതെല്ലാം നിങ്ങൾ ശരിയായ രീതിയിൽ പഠിച്ചാൽ നിങ്ങൾക്ക് ഈ ലോകത്തുള്ള ഏത് പാട്ട് കേട്ടാലും വായിക്കാൻ സാധിക്കും. ഇത് മനസ്സിലായല്ലോ അല്ലേ? അപ്പോൾ നമ്മൾ പറഞ്ഞ ജിമേൽ ഏത് സ്കെയിലാണെങ്കിലും ബ്രോക്കൺ കോഡിൽ വരുമ്പോൾ അതിൻ്റെ ഫ്ലാറ്റും ഷാർപ്പും അത് കാണിച്ചില്ലെങ്കിലും സ്കെയിലിൽ നമ്മൾ എഴുതുമ്പോൾ ഇത് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം. പക്ഷേ ഇവിടെ നമ്മൾ എഫിൽ പിടിച്ചിട്ടില്ല. നമ്മൾ എഫ് മേജർ സ്കെയിലിൻ്റെ ബ്രോക്കൺ കോഡ് എടുത്തപ്പോൾ നമ്മൾ ബി ഫ്ലാറ്റ് കൈ വെച്ചില്ലായിരുന്നു, മിസ് പറഞ്ഞില്ലേ, ബി ഫ്ലാറ്റ് പിടിച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ വരുമ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ എല്ലാം സി മേജർ സ്കെയിൽ പോലെ നമുക്ക് തോന്നത്തുള്ളൂ, കാരണം എല്ലാം വൈറ്റ് നോട്ടാകുമ്പോൾ നമ്മൾ അങ്ങനെ തോന്നും. അപ്പോൾ ഇതാണ് മ്യൂസിക് പഠിക്കുന്ന വെച്ചാൽ നല്ലതുപോലെ ശ്രദ്ധയോടുകൂടി അങ്ങനെ ഒത്തിരി സമയമെടുത്ത് പഠിക്കണം. അപ്പോഴേ നമുക്ക് അതിനകത്ത് ശരിയായ രീതിയിൽ പഠിക്കാനൊക്കത്തുള്ളൂ. അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് പോയിട്ട് എനിക്കൊരു പാട്ട് വായിച്ചാൽ മതി എന്ന് വിചാരിച്ചാൽ അത് ഒരിക്കലും അതുകൊണ്ട് ഒരു പ്രയോജനമില്ല. ഒരു പാട്ട് വായിച്ചാലും നിങ്ങൾ അടുത്ത ദിവസം വേറെ വല്ലതും കാണുമ്പോൾ അത് മറന്നു പോകും. അപ്പോൾ ഇതുകൊണ്ട് ഇത് നന്നായിട്ട് പഠിക്കുക. അപ്പോൾ ബോർഡിൽ എഴുതി എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലേ? അതുപോലെ തന്നെ ഫിംഗറിങ് തെറ്റാതെ കൊണ്ട് ബ്രോക്കൺ കോഡ് പഠിക്കുക. നന്നായിട്ട് എഴുതി പഠിക്കുന്നവരെല്ലാവരും എഴുതി പഠിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിന് കാണും വരെ ഞാൻ ബൈ പറയുവാണ്. പക്ഷേ എന്ത് ചെയ്യണം? സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ബൈ.